സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് കത്തെഴുതി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറി സയ്യിദ് അലി മുർത്താസിയാണ് കത്തയച്ചത്. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നുണ്ട്. ലക്ഷ്മി, കത്തിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വളരെ വലിയൊരു നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഒക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്നത് തന്നെയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ ഒരു നടപടി. കരാർ മരവിപ്പിക്കുന്ന നടപടി ഇന്ത്യ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് തുടരുകയാണെങ്കിൽ അതൊരു യുദ്ധ സമാനമായിരിക്കുമെന്ന് തന്നെയാണ് നേരത്തെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ നിലവിൽ കത്തയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു കത്ത്. ഈ തോതിൽ കരാർ ലംഘിക്കുന്ന പക്ഷം അത് പാകിസ്ഥാന് വലിയൊരു ക്ഷീണമായിരിക്കും ഉണ്ടാവുക. ഇതൊരു പ്രശ്നം വഷളാക്കുന്ന ഒരു സാഹചര്യം തുടരുമെന്ന് ആണ് പാകിസ്ഥാൻ ഈ കത്തിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സിന്ധു നദിയുടെ 6 പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണമെന്ന് നിർണ്ണയിക്കുന്ന ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി, കഴിഞ്ഞ ദിവസം വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു, ഈ സിന്ധു നദീജല കരാറ് പാകിസ്ഥാൻ ഭീകരവാദത്തിനൊപ്പം പോകുന്ന കാലം വരെ ആ കരാറ് മരവിപ്പിക്കുന്നത് ദീർഘിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു നടപടി, ഈ ഒരു റദ്ദാക്കൽ നടപടി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിന് മറുപടിയായി പാകിസ്ഥാൻ ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഇതൊരു തുടരരുത്, ഈ ഒരു വളരെ ഒരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ഈ ഒരു കരാർ റദ്ദാക്കുന്നത് വഴി പാകിസ്ഥാന് ഉണ്ടാകുക. വളരെ വലിയൊരു ക്ഷീണമായിരിക്കും ഉണ്ടാകുക. അതിനാൽ തന്നെ ഇതൊരു നിർത്തിവെക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തിലൂടെ പറയുന്നത്. അഖില, ശരിയാണ് ലക്ഷ്മി, വലിയ തിരിച്ചടിയായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഉണ്ടായത്. ഇപ്പോൾ അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് കത്തെഴുതിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. വിവരങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മി ബാലചന്ദ്രൻ.